എൻ്റെ പേര് പത്മകുമാരി, എൻ്റെ ഭർത്താവിൻ്റെ പേര് കുട്ടപ്പൻ. ഞങ്ങൾക്ക് നവംബർ 2023 ഞങ്ങൾക്കൊരു പനി ഉണ്ടായി. ആ പനി ഉണ്ടായതിന് ശേഷം എൻ്റെ ഭർത്താവിൻ്റെ നാവിൽ ഒരു പൂപ്പലും വ്രണവും ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഒരു ഡോക്ടറെ സർജനെ കൊണ്ടുവന്ന് കാണിച്ചു. സർജനെ കാണിച്ചതിന് ശേഷം സർജൻ പറഞ്ഞു, യാതൊരു കുഴപ്പവുമില്ല, ഇത് നമുക്ക് ഈ മരുന്നിൻ്റെ ചൂടിൽ നിന്നും ഉണ്ടായതാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. ആ സമയത്താണ്, ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്, എൻ്റെ ഒരു കുട്ടിയുടെ അമ്മ എനിക്കൊരു പത്രം കൊണ്ടു തന്നു. ഞാൻ ആ പത്രം അന്ന് പകൽ വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ രാത്രിയിൽ വായിച്ചു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് എന്തായാലും കൃപാസനം പള്ളിയിൽ പോയി നമുക്കൊന്ന് ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞങ്ങൾ 9/12/2023 ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ വെച്ചതിനകത്ത് ആദ്യമായി എൻ്റെ ഹസ്ബൻഡ് ഈ നാവിലുണ്ടായ പൂപ്പുകൾ മാറ്റാനും ഈ വ്രണം മാറ്റുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ നിയോഗം ഞങ്ങൾ വെച്ചത്. അങ്ങനെ ഞങ്ങൾ ബയോപ്സിക്ക് ഞാൻ തന്നെ ആവശ്യപ്പെട്ടു. അങ്ങോട്ട് ഡോക്ടർ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടും 10-15 ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് ബയോപ്സിയുടെ റിസൾട്ട് വന്നു. അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും 75% ഇത് വീണ്ടും വരാൻ സാധ്യതയുള്ളതായിട്ട് ഡോക്ടർ വിധി എഴുതി. അങ്ങനെ എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പൂപ്പെടുത്ത് കളയണം എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. അവിടെ ചെന്നു. ഓങ്കോളജി വിഭാഗത്തിൽ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ സത്യം പറയാൻ ബയോപ്സി മുതൽ MRI സ്കാൻ ഓരോ അവയവങ്ങളും ടെസ്റ്റിനായി കുറിച്ച് തന്നു. ഓരോ ടെസ്റ്റ് നടത്തുമ്പോഴും എൻ്റെ പ്രാർത്ഥന, ഞങ്ങളുടെ പ്രാർത്ഥന, എൻ്റെ മാതാവിനോടും എൻ്റെ ഈശോപ്പച്ചനോടും ഞങ്ങൾ പറയാറുള്ളത്, ഭഗവാനെ, എൻ്റെ അമ്മയെ, ഞങ്ങൾക്ക് ഈ റിസൾട്ടുകൾ ഞങ്ങൾക്ക് നെഗറ്റീവായി മാറണേ, പോസിറ്റീവിലേക്ക് കടക്കരുതെന്ന് പറയും. കാരണം എൻ്റെ ഹസ്ബൻഡ് അമ്മയ്ക്ക് അന്നനാളത്തിൽ ക്യാൻസർ വന്നിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതിനെയും എൻ്റെ ഹസ്ബൻഡിലേക്ക് ഇനിയും പാരമ്പര്യമായി ഉണ്ടാകുമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് 75% ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. ആ ഒരു നിയോഗം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കും. രാവിലെ 5 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ മെഴുകുതിരി കത്തിവെച്ച് എൻ്റെ ഈശോയെ പ്രാർത്ഥിക്കും, എൻ്റെ അമ്മയെ പ്രാർത്ഥിക്കും. വൈകിട്ടും അതുപോലെ തന്നെ. ഇവിടുന്ന് നമുക്ക് തന്ന ആ തൈലം പുരട്ടും, നാവിലെ തൊണ്ടയിൽ പുരട്ടും, ഉപ്പ് ചേർത്ത ഭക്ഷണം കൊടുക്കും. ഇവിടുന്ന് കൊണ്ടുവരുന്ന പത്രങ്ങൾ ഞങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ വിതരണം ചെയ്യും. ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ ഞങ്ങൾ സഹായിക്കാൻ നോക്കും. ഇതെല്ലാം നമ്മൾ ചെയ്തു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഇതിൻ്റെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ വിധി എഴുതി. പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അവിടെയും ഡോക്ടർ പറഞ്ഞു, ഇതെത്രയും പെട്ടെന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം, ഇത് ക്യാൻസറിൻ്റെ അംശം നമ്മുടെ ഇത്ര ശതമാനത്തോളം നമ്മുടെ നാവിലുണ്ട് എന്ന് ഇങ്ങോട്ട് വിധി എഴുതി. അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇത്രത്തോളം ടെസ്റ്റുകൾ നടത്തിയതിനകത്ത് നെഗറ്റീവെന്ന് പറഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലേക്ക് വന്നപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഏതായാലും 18-ാം തീയതി, കഴിഞ്ഞ 18-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ അതിനിടയിൽ ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കണ്ടു, ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടു. അച്ഛനോട് വിവരങ്ങൾ പറഞ്ഞു. അച്ഛൻ കാശുരൂപം തന്നു. ആ കാശുരൂപം നമ്മൾ കൊന്തമാലയിലിട്ട്, നമുക്കിവിടെ നിന്ന കാശുരൂപം നമ്മൾ തലയിൽ വെച്ച് തലയുടെ അടിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം എല്ലാ കാര്യങ്ങളും ആ മുറ പോലെ നമ്മൾ നടത്തി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഓരോ റിസൾട്ട് വരുമ്പോഴും നമുക്ക് അനുകൂലമായി വന്ന കാര്യത്തിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ ചെന്നപ്പോഴാണ് നമുക്ക് ക്യാൻസറിൻ്റെ അണുബാധയുണ്ട് എന്നൊരു റിസൾട്ട് നമുക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ 18-ാം തീയതി ഞാൻ ഇവിടെ എത്തുന്നു. ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ ഇവിടെ നിന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് സഹായത്തിനായി മറ്റാരുമില്ല, ബന്ധുമിത്രാദികളുണ്ടെങ്കിലും എൻ്റെ അമ്മയുടെ സാന്നിധ്യം, എൻ്റെ യേശു അപ്പച്ചൻ്റെ സാന്നിധ്യം, നിങ്ങളുടെ മധ്യസ്ഥയിൽ നടന്ന ഈ റിപ്പോർട്ടുകൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ ഓപ്പറേഷൻ നടക്കാതെ പോകുന്നതിൻ്റെ എന്താ താമസം എടുക്കുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ മുമ്പിൽ പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ എനിക്കും ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ അമ്മയുടെ ഈ പുതച്ചിരിക്കുന്ന ഷോള് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ ഉറക്ക വിളിച്ചു. പക്ഷെ ശബ്ദം പുറത്ത് വരുന്നില്ല. അമ്മേ, എന്താണ് ഈ കാണുന്നത്? ഞാൻ എൻ്റെ ഭർത്താവിനെയും കൂട്ടി പുറത്തിറങ്ങി. ഞാൻ എൻ്റെ ഭർത്താവിനോട് ഈ വിവരം പറഞ്ഞു. എന്തിനേറെ പറയുന്നു,
ഞങ്ങൾ വെളിയിലിറങ്ങി 1/2 കിലോമീറ്റർ ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. എനിക്ക് പരിചയമില്ലാത്ത നമ്പറാണ്, എന്നാലും ഞാനത് എടുത്തു. അപ്പോഴെന്നോട് പറഞ്ഞത്, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിക്കുകയാണ്, കുട്ടപ്പൻ്റെ കൂടെയുള്ള ആളല്ലേ, നാളെ 19-ാം തീയതി 8:30 ആകുമ്പോഴത്തേക്കിനും അവിടെ അഡ്മിറ്റ് ആകാൻ വരണം, ഓപ്പറേഷന് വേണ്ട എല്ലാ സജ്ജീകരണമായിട്ട് വേണം വരേണ്ടതെന്ന്. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ യേശുവിനെയും എൻ്റെ അമ്മച്ചയെയും ഞാൻ മുറുകെ പിടിച്ചു. 19-ാം തീയതി നമ്മൾ ഓപ്പറേഷനിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച 35,000, 55,000, 1 ലക്ഷം, 1.5 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഈ ഓപ്പറേഷന് വേണ്ടി വേണ്ടത്. എൻ്റെ കൈവശം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 4,000 രൂപ കിടപ്പുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇല്ല ഞാൻ നാളെ പോകും. എൻ്റെ ഭർത്താവിനെയും കൂട്ടി എല്ലാം ബാക്കി ചെയ്ത് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി. 20-ാം തീയതി ഡോക്ടറോടൊപ്പം ഓരോ ടെസ്റ്റുകളും നടത്തി. 20-ാം തീയതി ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇത് എത്ര രൂപ നമുക്ക് ചിലവാകും? ഡോക്ടർ 20,000 രൂപ പറഞ്ഞു. കുറഞ്ഞത് 20,000 രൂപയെങ്കിലും ആകും, പ്ലാസ്റ്റിക് സർജറി ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് 2 പേർ കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു. അവരോട് ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടപ്പോൾ അവർ പിന്നെ തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, 20-ാം തീയതി അമ്മയുടെ വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിയിട്ട് ഞാൻ ഈ കാശ് രൂപ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ എനിക്ക് പൈസ വേണം. ഞാൻ അമ്മയുടെ മുമ്പിൽ യാചിക്കുക. ഞാനിപ്പോൾ അവരെ വിളിക്കാൻ പോവാം, എനിക്ക് പൈസ തരാനുള്ളവരെ ഞാൻ വിളിക്കാൻ പോവാം. അമ്മ എനിക്കായിട്ട് എനിത് മേടിച്ചു തരണം, അമ്മ മാധ്യസ്ഥം വഹിക്കണം, എൻ്റെ യേശു അപ്പച്ചൻ എനിക്ക് മാധ്യസ്ഥം വഹിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുത്ത് വിളിച്ചു. അപ്പം പുള്ളി പറഞ്ഞത്, എനിക്ക് തരാനുള്ള ആൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാനൊരു 10,000 രൂപ ഇടാം. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അങ്ങനെ പുള്ളി 15,000 രൂപ ഇട്ടു. ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അടുത്ത് എൻ്റെ ചേച്ചിയുടെ മോള് വിളിക്കുന്നു, കുഞ്ഞമ്മ എന്തായി, പൈസ എന്തെങ്കിലുമൊക്കെ ആയോ? നാളെ 22-ാം തീയതി ഓപ്പറേഷൻ അല്ലേ, പൈസ ആയോ? ഇല്ല മോനെ ഇത്ര രൂപയായി. 10,000 രൂപ അതിടുന്നു. അങ്ങനെ എന്തായാലും വേണ്ടവില്ല, ഓപ്പറേഷൻ 22-ാം തീയതി ഓപ്പറേഷൻ നടക്കുന്നു. ഓപ്പറേഷത്തിന് വേണ്ടി ഈ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലേക്ക് 6,500 രൂപയുടെ സാധനം എക്സ്ട്രാ നമ്മളെ കൊണ്ട് മേടിപ്പിച്ചു. ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു 11:30 ആയപ്പോഴത്തേക്കിനും ഞങ്ങളേതാണ്ട് 10, 25, 30 പേരോളം ഇങ്ങനെ നിരന്ന് കസേരയിൽ ഇരിക്കുക. അപ്പം ഡോക്ടർ എന്നെ വിളിച്ചു, മാത്യു ഫിലിപ്പ് എന്നാണ് ഡോക്ടറുടെ പേര്. ഡോക്ടർ എന്നെ കൈയാട്ടി വിളിച്ചിട്ട്, അമ്മേ കുട്ടപ്പനച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, വളരെ സക്സസ് ആണ്, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലേക്ക് അടുത്ത ഓപ്പറേഷന് വേണ്ടി കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയെ മുറുകെ പിടിച്ചു. രാത്രി ഒരു 4:30 ആയപ്പോഴത്തേന് ICUവിലോട്ട് മാറ്റി. 8:30 ആയപ്പം ഡോക്ടറുടെ ഓഫീസ് റൂമിലോട്ട് എന്നെ വിളിപ്പിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്, കുട്ടപ്പൻ്റെ കൂടെയുള്ള ആളല്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പം ഈ മാത്യു ഡോക്ടറല്ല, സർജനാണ് എന്നോട് പറയുന്നത്, മുരളി സാർ എന്നോട് ചോദിച്ചു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കാണുന്നത്. കാരണം ഞാൻ നാവിൻ്റെ മാത്രം നമുക്ക് ഒരു സ്റ്റിച്ച് ഇടേണ്ടതായിട്ടേ വന്നിട്ടുള്ളൂ. വേറെ തൊണ്ടയിൽ നിന്നും ഞാനൊരു ശകലം എടുത്ത് അയച്ചിട്ടുണ്ട്, പത്തോളജിലേക്ക് ഞാനത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരട്ടെ, അല്ലാതെ യാതൊരുവിധ പ്രശ്നങ്ങളും കാണുന്നില്ല. ഈ പ്ലാസ്റ്റിക് സർജറിയും നടത്തേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പം നിങ്ങളിൽ നിന്ന് മേടിച്ച 6,500 രൂപയുടെ സാധനം ഞാൻ മറ്റൊരാൾക്ക് ഓപ്പറേഷത്തിന് വേണ്ടി ചെയ്തു. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ചെയ്താട്ടെ, എനിക്ക് വളരെയേറെ സന്തോഷമാണ്. കാരണം എൻ്റെ അമ്മയും എൻ്റെ യേശു അപ്പച്ചൻ്റെയും മധ്യസ്ഥയിൽ നടന്ന ഈ ഓപ്പറേഷൻ ഇത്രയും വളരെ സക്സസ്സായി നടത്തി. എൻ്റെ 6,500 രൂപയല്ല എനിക്ക് വലുത്, ഇത് മറ്റൊരു ജീവന് വേണ്ടി ചിലവാക്കിയാൽ അതെനിക്ക് സന്തോഷമുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പത്തോളജിക്കൽ റിസൾട്ട് നമ്മൾ അതിന് വേണ്ടി കാത്തിരുന്നു. 13 ദിവസം കഴിഞ്ഞു, റിസൾട്ട് വരുന്നു. ഞങ്ങളെ ഡോക്ടറെ വിളിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപ്പം ഇങ്ങെടുത്തേ, ഇതാണ് ആ റിസൾട്ട്. ആ റിസൾട്ടിനകത്ത് ക്യാൻസറിൻ്റെ ഒരു കണിക പോലും ആ റിസൾട്ടിനകത്തില്ല. അതെല്ലാം എൻ്റെ യേശു അപ്പച്ചൻ്റെയും എൻ്റെ അമ്മയുടെയും സാന്നിധ്യത്തിൽ അത് മുഴുവനും ആ രോഗബാധയിൽ നിന്നുമാണ് എൻ്റെ ഭർത്താവിനെ മാറ്റി തന്നത്. അത് വളരെയേറെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. ദിവസവും ഞാനൊരു ഹിന്ദു ആണെങ്കിൽ പോലും ആ നിയമങ്ങളെ വിട്ട് ഞാൻ ഇന്ന് വരെയും ഞാൻ മാറിയിട്ടില്ല. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും, ഇവിടെ തന്ന തൈലം പുരട്ടും, ഉപ്പ് ആഹാരത്തിൽ ഉൾപ്പെടുത്തി ഞാൻ കൊടുക്കും. എന്നും രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും. 3 മണിക്ക് ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കും.
അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ അച്ഛന്മാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അതിൽ ഞങ്ങൾ കാണും. ഇതെല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും. ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തന്നതിന് എൻ്റെ യേശു അപ്പച്ചനോടും എൻ്റെ മാതാവിനോടും വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. നാളെയും ഇവിടുത്തെ ഈ പാദപൂജ ചെയ്ത് ജീവിക്കുവാൻ ഈ പാവികളായി ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം ഇവിടുത്തെ പാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ അന്ധനെ സുഖപ്പെടുത്തുന്ന ഈശോയെ നമുക്ക് കാണുവാൻ കഴിയും. ജനക്കൂട്ടത്തിൻ്റെ കൂടെ ഈശോ മുമ്പോട്ട് പോകുമ്പോൾ, കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് ഒരു അന്ധയാചകൻ വഴിയരികിലിരുന്ന് വിളിച്ച് കരയുകയാണ്. ആരവങ്ങൾക്കിടയിലും ആ ശബ്ദം ഈശോ കേൾക്കുകയാണ്. ഈശോ അവിടെ നിന്നിട്ട് പറയുന്നു അവനെ വിളിക്കുക എന്ന്. അങ്ങനെ അവനെ സുഖപ്പെടുത്തുന്ന ഈശോയെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ ഇന്നെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിലേക്ക്, സമൂഹത്തിലേക്കൊക്കെ തൻ്റെ കൃപകൾ വർഷിച്ചു കൊണ്ടിരിക്കുക? അതിന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന പുണ്യസ്ഥലമാണ് കൃപാസനം. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്ന പുണ്യഭൂമിയാണിത്. ഈ ഭൂമിയിൽ നാം വന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, അമ്മേ എന്നൊന്ന് വിളിച്ചാൽ മതി. അമ്മ ആ വിളി കേൾക്കുന്നുണ്ട്. അത് കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഇവിടെ എത്രയോ മക്കളാണ്, പല മതത്തിൽപ്പെട്ട മക്കൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുക. അവരുടെ ജീവിതത്തെ തൊട്ട് ഈശോ നിൽക്കുന്ന ഒരു അനുഭവമാണ് അവർക്കുള്ളത്. ഏറ്റവും വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടിയാണ് അവരൊക്കെ അവരുടെ ഉടമ്പടി പാലിക്കുന്നത്. തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി അനുസരിക്കുകയാണ്. അങ്ങനെ അവർ ഈശോയുടെ സ്നേഹത്തിന് പാത്രീഭൂതരാവുകയാണ്. അമ്മ പിന്നീട് അതിൽ ഇടപെടുമ്പോൾ ഈശോയ്ക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, അതായത് ഈശോ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥയിലേക്കാണ് പിന്നീട് അവരുടെ ജീവിതാനുഭവങ്ങൾ അവരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ മകൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ അവരെന്തുമാത്രം ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട്, അമ്മയെ എന്തുമാത്രം അവരിഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്താം. നാം ചെറുപ്പത്തിലേ തൊട്ടേ ഈശോയെ അറിയുന്നവർ, നമുക്ക് എങ്ങനെയാണ് ഈശോയോടുള്ള നമ്മുടെ സ്നേഹം, നമുക്കതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ഈശോയിൽ നിന്ന് കൃപകൾ നേടി ഇവിടെ വന്ന് എത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയുന്നവരാകാമെന്ന് പ്രതിജ്ഞയെടുക്കാം. കരങ്ങളടിച്ച്